നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടികയിൽ LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പെരിങ്ങോട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത NCC കേഡറ്റുകളെ തൃപ്യാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആദരിച്ചു. വൈവിധ്യമാർന്ന വേനൽക്കാല വിളകളൊരുക്കി എടത്തിരുത്തി വിത്തുൽപാദന കേന്ദ്രം. വാർത്തകൾ വിശദമായി. നാട്ടിക നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പെരിങ്ങോട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. LDF നാട്ടിക നിയോജക മണ്ഡലം കൺവീനർ KM ജയദേവൻ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ്, NCP ജില്ലാ പ്രസിഡന്റ് CL ജോയ്, ഷീന പറയങ്ങാട്ടിൽ, ഷീല വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണം നടക്കുന്ന താന്യം പഞ്ചായത്തിന് മുൻവശത്തുള്ള കൽവേർട്ടിൽ വാഹനം കുരുങ്ങിയത് തർക്കത്തിന് ഇടയായി. തൃപ്യാർ സർക്കാർ ആശുപത്രിയിലേക്ക് കൈക്കുഞ്ഞുമായി എത്തിയ പെരിങ്ങോട്ടുകര സ്വദേശി EM ബഷീറിന്റെ കാറാണ് നിർമ്മാണം നടക്കുന്ന കൽവേർട്ടിൽ കുരുങ്ങിയത്. ഇതുമൂലം ഈ വഴിയിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി. ഇതേ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും വാഹന ഉടമയുമായി വാക്കുതർക്കം നടന്നു. ഞാൻ മേലേക്ക് കയറിയിട്ടാണ് അങ്ങോട്ടൊക്കെ വിളിച്ചിട്ടില്ല. രണ്ട് വീഡിയോ ഒരു പഞ്ചായത്ത് ഒരു പെണ്ണോട് അങ്ങനെ വർത്താമോ എനിക്കറിയാം. ഞാൻ ഒന്നുമില്ല. ഒരു പെൺകുട്ടിയോ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് മതിയായ മുന്നറിയിപ്പ് സംവിധാനമോ മേൽനോട്ടം വഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരോ ഉണ്ടായിരുന്നില്ലെന്ന് EM ബഷീർ കുറ്റപ്പെടുത്തി. ഞാൻ ഇന്ന് രാവിലെ 42 ദിവസം മാത്രം പ്രായം എൻ്റെ കുഞ്ഞിനെ തൃപ്പാല ഗവൺമെൻറ് ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി കൊടുന്നതാണ്. തിരിച്ചു പോരുമ്പോൾ ഈ 1.5 കൊല്ലമായിട്ട് നടക്കാത്തൊരു പാലത്തിൻ്റെ പണി നടക്കുന്നത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടില്ല. റോഡ് ബ്ലോക്കഡ് ആണെന്നോ ഫ്രണ്ടിൽ നിന്ന് വരുന്നത് എത്രയായിരം വണ്ടികൾ ഇതിൽ പോണതാണ്. ബ്ലോക്ക് ചെയ്തിട്ടില്ല അവർ. 2-3 ഭാഷ അറിയാത്തതാണ് ബംഗാളിമാരിട്ട് എൻ്റെ വണ്ടി കുഴി ചാടി. അപ്പം തന്നെ അവിടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബഷീർക്ക് പേടിക്കണ്ട, താക്കോൽ അവിടെ കൊടുത്തു പോയിക്കോ, ഞങ്ങളിത്. ഞാൻ പറഞ്ഞു ഞാനൊരു മീറ്റിങ്ങിന് അടിയന്തരമായിട്ട് പോകണം. ഇപ്പോൾ വന്നപ്പോഴാണ് പോലീസും പഞ്ചായത്ത് ഒന്നടക്കം വന്നിട്ട് അവിടെ എന്തോരം പണിയുണ്ട്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോയി, സെക്രട്ടറിനെ കാണാൻ പോയി. ഈ കാലും വെച്ചിട്ട് ഞാൻ മേലേക്ക് കയറി ചെന്നു. അപ്പോൾ ഒരു പെണ്ണ് എൻ്റെ കൂടെ വന്നു. അവളോട് മാന്യമായിട്ട് പെരുമാറി. അവൾ താക്കോൽ പഠിക്കില്ല, അവൾ ഫോണിൽ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചോളാൻ പറഞ്ഞോട് വെച്ചിട്ട് പോകുന്നതെന്ന് ഞാൻ. ഇത് പഞ്ചായത്തിൻ്റെ 100% അനസ്ഥിന്. ഇത് രാഷ്ട്രീയം കളിക്കാണ് ഇപ്പോൾ. കാരണം ഒരു വണ്ടി ഇതിൽ കിടക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ വീഡിയോ എടുക്ക്, എൻ്റെ കയ്യിലുണ്ട് വീഡിയോ. ഈ മരത്തിൻ്റെ കൊണ്ടിട്ടുള്ളതല്ല, ഈ ആശുപത്രി ഇവിടെ ഉള്ളതല്ല. എത്രയോ വീട്ടുകാരുണ്ട് ഇവിടെ. 15-ാം വാർഡ് 14 എത്ര വീട്ടുകാരുണ്ട് ഇവിടെ. അപ്പോൾ അത് പറഞ്ഞതിന് ഒരു പഞ്ചായത്ത് മൊത്തം ഇളകി വന്നിട്ട് ഇവനെ സിജോ പുലിക്കോട്ടിൽ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് മെമ്പർ ഇവിടുത്തെ കാര്യം തന്നെ അന്വേഷിക്കുന്നത്. ഇത് പഞ്ചായത്താണ്, ബ്ലോക്കിൻ്റെ കാര്യങ്ങളാണ്. എന്നിട്ട് ഒന്ന് ഷൈൻ ചെയ്യാൻ വരിക. തൃപ്പയാർ ആശുപത്രി, ശ്മശാനം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയിൽ നിരുത്തരവാദപരമായാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നാണ് ആക്ഷേപം. കൽവേർട്ടിന്റെ ഒരു ഭാഗം നിർമ്മാണം പൂർത്തിയായി, മറുഭാഗം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും വാഹനം കുരുങ്ങിയതിനെ തുടർന്ന് വാഹന ഉടമ പഞ്ചായത്ത് ഓഫീസിലെത്തി സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നും താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ പറഞ്ഞു. ഒരു ഭാഗം പൊളിച്ച് കൽവർട്ട് പണിത് കഴിഞ്ഞു. അടുത്ത ഭാഗത്തിന് വേണ്ടി ഭാഗം പൊളിച്ച് വാഹനം പോകാൻ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാഹനത്തിൽ കൂടെ കോൺഗ്രസിൻ്റെ നേതാവ് വാഹനം അങ്ങോട്ട് കൊണ്ടുപോയി. തിരിച്ചു വരുമ്പോൾ വണ്ടിയുടെ ടയർ കാനയിൽ വീണ് വണ്ടി അവിടേക്ക് പോയി. പഞ്ചായത്തിനോട് അപമര്യാദയായി പെരുമാറി. സ്ത്രീകളോടക്കം വളരെ മോശമായിട്ട് ഓഫീസിൽ കയറി പെരുമാറിയിട്ടാണ് പോയത്. ഇപ്പോൾ പോലീസ് വന്ന് അതിൻ്റെ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായി നടപടി എടുക്കാനായിട്ട് തയ്യാറായിട്ടില്ല. അത്രയും അനാസ്ഥപരമായി പെരുമാറിയ കോൺഗ്രസ് നേതാവ്, അതായത് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി താക്കോല് പഞ്ചായത്തിന് മുമ്പിൽ വലിച്ചെറിഞ്ഞു പോയി. ഇതിനെതിരെ നടപടി എടുക്കണമെന്ന്. ഡൽഹിയിൽ നടന്ന ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത NCC കേഡറ്റുകളെ തൃപ്പയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആദരിച്ചു.
കോളേജിലെ NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. കർത്തവ്യ പഥിലെ മാർച്ചിൽ പങ്കെടുത്ത ജൂനിയർ അണ്ടർ ഓഫീസർ ദേവപ്രിയ, സാംസ്കാരിക പരിപാടികളിൽ കോളേജിന്റെ അഭിമാനമുയർത്തിയ സർജന്റ് ശ്രീരാം രഞ്ജൻ എന്നിവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. കൊടുങ്ങല്ലൂർ DYSP പ്രമോദ് P ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രീത P അധ്യക്ഷയായി. 23 കേരള ബറ്റാലിയനിൽ നിന്നുള്ള മിലിറ്ററി ഓഫീസർ സുബേദാർ സുനിൽ ദേവൻ, ഹവിൽദാർ ഗുർബാജ് സിംഗ് എന്നിവർ മുഖ്യാതിഥികളായി. NCC കെയർടേക്കർ അരുൺ മഹേന്ദ്ര S, വിവിധ വകുപ്പ് മേധാവികളായ അരുൺ CA, അജയ് കുമാർ EP, സുബി അബ്ദുള്ള, ഹിമ MU, ജിൻഡോ ഫ്രാൻസിസ്, ഡോക്ടർ സീന തോമച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓഫീസ് സൂപ്രണ്ട് സുനിത KM, വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ഷാജു TB, NSS ഓഫീസർ സിജോ ഡേവിസ്, PTA വൈസ് പ്രസിഡന്റ് ദേവി പ്രസാദ്, കമ്പനി സീനിയർ അണ്ടർ ഓഫീസർ ഷിജുൽ PC എന്നിവർ സംസാരിച്ചു. കോളേജിന്റെ ചരിത്രത്തിലെ അഭിമാനകരമായ നേട്ടം ആഘോഷിക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ഒത്തുചേർന്നു. 16 സ്കൂളും 14 കോളേജും അടങ്ങുന്ന 30 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇടയിൽ നിന്നാണ് ഈ 4 പേര് സെലക്ഷൻ ആയിരിക്കുന്നത്. ഈ 4 പേര് സെലക്ഷനായ ശേഷം ഗ്രൂപ്പിൽ മൊത്തം നമ്മുടെ അതേപോലെ 6 ബറ്റാലിയൻ, ഇതേപോലെ നമ്മുടെ 23 പോലെ തന്നെ 6 ബറ്റാലിയനും ഇതുവരെ ടോട്ടൽ 50 പേരെയാണ് ഇവിടുന്ന് സെലക്ഷനാക്കി വിട്ടത്. അവിടുന്ന് അവർ സെലക്ഷനാക്കിയ ശേഷം മൊത്തം 26 പേര് മാത്രമേ ഡൽഹിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആനയ്ക്ക് ആനയുടെ വലിപ്പറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് അവരിയ്ക്കുന്നത്. അതായത് 17 ഡയറക്ടറേറ്റിൽ നിന്നുള്ള ടോപ്പ് ലെവലിലാണ് ഇപ്പോൾ ഇവർ. NCCൻ്റെ എയിമോ ടാർഗറ്റാണ് അവർ എത്തിപ്പെട്ടിരിക്കുന്നത്. വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവരാഹി ദേവി ക്ഷേത്രത്തിലെ ആണ്ടുവിഴ മഹോത്സവത്തിന്റെ ഭാഗമായി സപ്തമാതൃക്കളിലെ പ്രധാന ദേവിയായ ശ്രീ വരാഹി ദേവിയുടെ പ്രീതിക്ക് വേണ്ടി കളമെഴുത്തും പാട്ടും നടത്തി. വരാഹി ദേവിയുടെ കളം വരച്ചതിനു ശേഷം ദേവിയെ സ്തുതിച്ച് നന്ദുണി മീറ്റി ദേവതാ സ്തുതി പാടി. KK വേലുക്കുട്ടി കോനോത്തുപറമ്പിൽ വെള്ളാനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ തൃശൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകൾ നടന്നു. മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പ്രചരണ പരിപാടികൾ രാവിലെ മുതൽ ആരംഭിച്ചു. അരിമ്പൂർ കപ്പൽപ്പള്ളിയിൽ NI ദേവസിക്കുട്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയാണ് റോഡ് ഷോയ്ക്ക് തുടക്കമായത്. തുടർന്ന് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ റോഡ് ഷോ നടത്തി. ചിലരുടെ ജാതകങ്ങളിൽ ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ അത് മനുഷ്യഹൃദയങ്ങളിലെ ജാതകങ്ങൾ പേജുകളിലും അത് ഉണ്ടായിന്ന് വരും. രവീന്ദ്ര മാഷിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അനീഷ് കുമാറുമായി നല്ല സൗഹൃദമാണ്. അവരൊക്കെ എന്ത് വ്യക്തിപരമായി എന്ത് പറഞ്ഞാലും എഴുതിയാലും ഒന്നും എനിക്ക് പക്ഷേ എല്ലാവരും രാഷ്ട്രീയം വേറെയല്ലേ, അത് ആശയപരമായ സംഘർഷമല്ലേ. വ്യക്തിപരമായ സംഘർഷത്തിന് എന്തിനാ പോകണം? എല്ലാവരും സുഹൃത്തുക്കളാണ്. മത്സരത്തിൽ 100%. ഇത് കോൺഗ്രസിന്റെ മണ്ണാ, UDFന്റെ മണ്ണാ, മതനിരപേക്ഷതയുടെ മണ്ണാ. ആ മണ്ണിൽ കഴിഞ്ഞൊരു 10 വർഷമായി ആ മണ്ണിൽ ഒരല്പം ചെറിയ ഒരു ഇളക്കുണ്ടായി. ആ മണ്ണിന് ഞങ്ങൾ UDFന്റെ പക്ഷത്ത്, കോൺഗ്രസിന്റെ പക്ഷത്ത് ഉറച്ചു നിർത്തുകയാണ്. ഇത്തവണ ഉറച്ചു നിർത്തുകയാണ്. നോ ഡൗട്ട് 10+. എഴുതി വെച്ചു നിങ്ങൾ ഈ വിഷ്വൽ കാണുന്ന നിങ്ങൾ എഴുതി വെച്ചോ. മണലൂർ നിയോജക മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി 10+ ഭൂരിപക്ഷത്തിന് ഇത്തവണ. BJPയും RSSും സംഘപരിവാറും എന്തൊക്കെ അടവുകൾ ഇവിടെ കാണിക്കുന്നത് ഇത് നോക്കിയോ. കുറച്ച് ദിവസം എന്തൊക്കെ കാണിക്കും, അത് സോഷ്യൽ മീഡിയ കാണിക്കും, പോസ്റ്ററായിട്ട് കാണിക്കും, പല രൂപത്തിൽ വരും. അത് ഈ കണ്ണുകൊണ്ട് കണ്ട് ഈ കണ്ണുകൊണ്ട് വിടും, ഈ ചെവി കൊണ്ട് കേട്ട് ഈ ചെവി കൊണ്ട് വിടും. ജനങ്ങൾക്ക് ഹൃദയത്തിൽ ജനങ്ങളുമായി നേരെ ഇടപെടും. കയ്പമംഗലം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകവാതക ക്ഷാമത്തിനെതിരെ അടുപ്പുകൂട്ടി സമരം നടത്തി. 3 പീടിക സെന്ററിൽ നടത്തിയ സമരം കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീല വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ, മഹിളാ കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഷീബ സതീഷ്, പഞ്ചായത്ത് അംഗം മണി ഉല്ലാസ്, നേതാക്കളായ സുധാകരൻ മണപ്പാട്ട്, CP അനിൽ, പ്രവിത ഉണ്ണികൃഷ്ണൻ, CK മജീദ്, ഷംസുദ്ദീൻ, ഹിദായത്തുള്ള, മഹിളാ കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം പ്രസിഡന്റ് റുബീന നാസർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല ശാന്തൻ എന്നിവർ സംസാരിച്ചു.
കേന്ദ്ര സർക്കാരിൻ്റെ BJP സർക്കാരും സംസ്ഥാന സർക്കാരും റോഡുകളിൽ അടുപ്പുകൂട്ടി സമരം നടത്തുകയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവരെവിടെ പോയി? ഇന്ന് BJPക്കാരും പിണറായി സർക്കാരും ഇന്ന് എവിടെ പോയി? നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ന് ഗ്യാസിൻ്റെ വില ഇന്ന് എവിടെ പോയി? മുസ്ലിം ലീഗ് പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റമളാൻ റിലീഫ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KR സദഖത്തുള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KM നിഷാദ്, വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OS നഫീസ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CP അനിൽ, ദുബായ് KMCC കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ, യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KB സുൽഫിക്കർ, ഷാർജ KMCC സെക്രട്ടറി ഇക്ബാൽ മുഹമ്മദ്, കോലോത്തും പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പല ഭാഗങ്ങളിലായി 56 സ്ഥലങ്ങളിൽ KMCC സംഘടന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കാലാകാലങ്ങളിൽ നമ്മൾക്കുണ്ടാവുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാര മാർഗമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഓടിയെത്തുന്ന ഏത് സന്ദർഭത്തിലും സമയത്തിലും എത്തിച്ചേർന്ന് അവിടെ പരിഹാരം കാണുകയും അവർക്ക് വേണ്ടി കൃഷിവകുപ്പിന്റെയും തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന എടത്തിരുത്തി നെൽ വിത്തുൽപാദന കേന്ദ്രത്തിൽ നെൽകൃഷിക്ക് ശേഷം വിവിധയിനം വിളകളുടെ മാതൃകാ തോട്ടങ്ങളാണ് 25 ഏക്കറിലായി ഒരുക്കിയിരിക്കുന്നത്. പച്ചക്കറി വിളകളായ വെണ്ട, മത്തൻ, കുമ്പളം, കണിവെള്ളരി, സാലഡ് വെള്ളരി, കണിമത്തൻ, പയർ, വിവിധയിനം ചീരകൾ, പഴവർഗ്ഗങ്ങളായി പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ, ഷമാം എന്നിവയും കൃഷി ചെയ്തു വരുന്നുണ്ട്. ജലദൗർലഭ്യം നേരിടുന്ന പാടങ്ങളിൽ അനുവർത്തിക്കാവുന്ന ചെറുധാന്യ കൃഷിയും ഇവിടെ സജീവമാണ്. റാഗി, തിന, ചാമ, മണിച്ചോളം, കമ്പ് എന്നീ ചെറുധാന്യങ്ങളോടൊപ്പം എള്ള് കൃഷിയും മുതിര, ഉഴുന്ന്, ചെറുപയർ, വളപ്പയർ, തുവര എന്നിങ്ങനെ വിവിധങ്ങളായ പയർ വർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സീഡ് ഫാമിലെ മുൻ കൃഷി ഓഫീസറും വയനാട് ആത്മ ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ചുപോയ S മിനിയുടെ നേതൃത്വത്തിലാണ് ഈ പരീക്ഷണ കൃഷി ആരംഭിച്ചത്. ഫാമിലെ ഉൽപ്പന്നങ്ങളെല്ലാം പൊതുജനങ്ങൾക്കും കർഷകർക്കും നേരിട്ട് വാങ്ങാവുന്ന സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജ്യോതിയിനം നെൽവിത്ത്, ചെറുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പൊട്ടുവെള്ളരി എന്നിവയുടെ വിത്തുകൾ എല്ലാം സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നതാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. എൻ്റെ പേര് പ്രതീക്ഷ. സ്റ്റേറ്റ് സീഡ് ഫാം എടത്തുരുത്തിയിലെ കൃഷി അസിസ്റ്റൻ്റായി ജോലി ചെയ്തു വരികയാണ്. കഴിഞ്ഞ നമ്മുടെ എടത്തുരുത്തി സ്റ്റേറ്റ് സീഡ് ഫാമിൻ്റെ മെയിനായിട്ടുള്ള നെൽകൃഷിയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. 25ഓളം ഏക്കറിലാണ് നമ്മൾ നെൽകൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ അതിലിപ്പോൾ നെൽകൃഷി കഴിഞ്ഞ് എന്ത് നമുക്ക് ചെയ്യാം, അത് നെൽകൃഷികർക്ക് എങ്ങനെ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവാം ലാഭകരമായ രീതിയിൽ എന്നുള്ളൊരു കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്ര ഏരിയയിൽ കൃഷി ഇത്തവണ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് തണ്ണിമത്തൻ, ഷമാം, പിന്നെ കണിവെള്ളരി, കണിമത്തൻ, പിന്നെ മത്തൻ, കുമ്പളം, ചീര, പിന്നെ എള്ള്, ചെറുപയർ, ഉഴുന്ന്, അതുപോലെ തന്നെ പയർ, പിന്നെ വളപ്പയറുകൾ, സണ്ണമ്പ് പോലുള്ള വിളകൾ, പിന്നെ ധാന്യവിളകളായിട്ടുള്ള കമ്പ്, തിന, ചാമ, റാഗി എന്നിങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഇപ്പോൾ നിലവിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിക നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റോഡ് ഷോ നടന്നു. തൃപ്പയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചേർപ്പിൽ അവസാനിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് സുനിൽ ലാലൂരിനെ ഷാളണിയിച്ചു. തുറന്ന ജീപ്പിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് റോഡ് ഷോ നടന്നത്. UDF നേതാക്കളും UDF പ്രവർത്തകരും നേതൃത്വം നൽകി. സുനിൽ ലാലൂരിനെ തന്നെ നമ്മൾ നാട്ടികയിൽ നിർത്തിയിരിക്കും. ആ നീക്കത്തിലേക്കുള്ള പ്രയാണമാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ റോഡ് ഷോ ഈ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ച് അത് തൃപ്രയാർ സെന്ററിൽ സമാപിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയൊരു നിർദ്ദേശമുണ്ട്, സന്ദേശമുണ്ട്. ആ സന്ദേശം UDF ഈ തവണ നാട്ടിക പിടിച്ചിരിക്കും, അതിൽ സംശയമില്ല. ഇതാണ് നമ്മുടെ ടൈം, ആർക്കും സംശയം വേണ്ട.
വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് വഴിയോരത്ത് ലോട്ടറി വിൽപ്പന നടത്തുന്ന 5 ലോട്ടറി തൊഴിലാളികൾക്ക് കുടയും ബാഗും നൽകി. വാടനപ്പള്ളി സെന്ററിൽ നടന്ന ചടങ്ങിൽ വെച്ച് പ്രശാന്ത് മേനോൻ ലോട്ടറി തൊഴിലാളികൾക്ക് കുടയും ബാഗും നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് KS സിൻകുമാർ അധ്യക്ഷനായി. ഡിസ്ട്രിക്ട് സെക്രട്ടറി MC മദനകുമാർ, ക്ലബ്ബ് സെക്രട്ടറി റലേഷ് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സുപ്രീം കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, ലയൺ മെമ്പർമാരായ KP പ്രവീൺജിത്ത്, CB സുനിൽകുമാർ, KK മദനൻ, രഞ്ജിത്ത് വാസുദേവൻ, MV ബിജിത്ത്, ഷിനോദ് കുട്ടൻ പാറൻ, KS സുഷിൽ കുമാർ, KS അനന്തശയനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മൾ ലയൺസ് ക്ലബിൻ്റെ ഈ വർഷത്തെ ഒരു പോർട്ട്ഫോളിയോ ആണ് എംപ്ലോയ്മെൻറ്റ് ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ജോലി, അവർക്ക് ശാരീരികമായ പല അസ്വസ്ഥതകളുമുള്ള അവർക്ക് ഒരു ഉപജീവനമായിട്ടാണ് ലോട്ടറി കച്ചവടം പലരും നടത്തി പോകുന്നത്. അവർ വഴി അക്കത്ത് വെയിലത്ത് ഇരുന്നാണ് പലരും ഈ കച്ചവടം നടത്തുന്നത്. അവർക്കൊരു താങ്ങും തണലുമായിട്ടാണ് നമ്മുടെ ഈ എലിഫൻ്റ് അംബ്രലയും അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു ലോട്ടറിയുടെ ബാഗും നമ്മൾ നൽകുന്നൊരു പദ്ധതി ആണ് ഇതിലൂടെ നമ്മൾ നടപ്പിലാക്കുന്നത്. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങാടി കുരുവി ദിനാചരണവും പക്ഷിമൃഗാദികൾക്ക് വെള്ളം നൽകുന്നതിനുള്ള പാത്ര വിതരണവും പെരിങ്ങോട്ടുകര GHS LP സ്കൂളിൽ നടത്തി. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഹീമ പ്രവീൺ, ഹെഡ് മിസ്ട്രസ് A ശ്രീദേവി, OSA പ്രസിഡന്റ് VK പ്രദീപ്, ട്രസ്റ്റ് ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, ട്രസ്റ്റ് ഭാരവാഹികളായ MB സജീവൻ, പോൾ പുലിക്കോട്ടിൽ, അധ്യാപകരായ പ്രിറ്റി, ജിത, PTA വൈസ് പ്രസിഡന്റ് കിരൺ, മദർ PTA പ്രസിഡന്റ് സുനിത, ഷീജ ജോഷി, സെക്കീന റസാഖ്, ഡേസി പോൾസൺ എന്നിവർ നേതൃത്വം നൽകി. സ്കൂളിലെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പാത്രങ്ങളാണ് വിതരണം നടത്തിയത്. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി പ്രകൃതിയിൽ അലിയുന്ന മൺപാത്രവും ചകിരി കയറുമാണ് വിതരണം ചെയ്തത്. വെള്ളം കൊടുക്കുക. വേനൽക്കാലത്ത് അവരുടെ ദാഹം ശമിപ്പിക്കാനായിട്ടും നമ്മൾ സഹജീവികളോട് അവരുടെ സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമായിട്ട് മാറുകയാണ്. കുട്ടികളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല, മനുഷ്യന്മാർ മാത്രമല്ല, ഇവിടെ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും, ഒരുപാട് ജീവജാലങ്ങളുണ്ട്. നമ്മൾ കാണുന്നതുമായിട്ടുള്ള ഒരുപാട് ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. അവർക്കൊക്കെ അവകാശപ്പെട്ട തന്നെയാണ് ഭൂമി. അപ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ട് അവരെ പരിപോഷിപ്പിക്കാനും നമ്മളോട് ചേർന്ന് നിർത്താനും ഈ നമ്മുടെ പരിസ്ഥിതി നിലനിർത്താനുമായിട്ട് ഉള്ളൊരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഇന്നത്തെ ഈ ചടങ്ങ് വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പുതിയ തലമുറകളുടെ മുമ്പിൽ ഒരു നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ സഹജീവികളെയും സ്നേഹിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടി തന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇടവേള. മലബാർ മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും പര്യായം തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പരിപൂർണതയേകാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വിലക്കുറവ് നാടറിഞ്ഞ മഹനീയ സ്ഥാപനം. ഇനി നിങ്ങളുടെ വീടകങ്ങളും പ്രൗഢിയുള്ളതാവട്ടെ. തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. കോൺടാക്ട് 9048 99 9866 9656 55 9866. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. വിരമിക്കുന്നവർക്ക് KSTA വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന യാത്രയയപ്പ് സമ്മേളനം KSTA തൃശൂർ ജില്ലാ സെക്രട്ടറി C. സാജൻ ഇഗ്നേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് MD ദിനകരൻ അധ്യക്ഷനായി. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് T. മോഹൻ ഉപഹാര സമർപ്പണം നടത്തി. TV വിനോദ്, KS സുദിൻ, KR ലയ, AV സുദർശിനി, TR രാകേഷ് എന്നിവർ വിരമിക്കുന്ന അധ്യാപകരെ പരിചയപ്പെടുത്തി. ജില്ലാ ട്രഷറർ T. വിനോദിനി, PB സജീവ്, TV ചിത്രകുമാർ, ഉപജില്ലാ സെക്രട്ടറി NK സുരേഷ് കുമാർ, ഉപജില്ലാ ട്രഷറർ സ്മിത K. മേനോൻ, വിരമിക്കുന്ന അധ്യാപക നേതാക്കളായ TM ലത, CV സുഭാഷ്, KJ പ്രേംകുമാർ, CS രാജു, EC സജിമോൻ, CS ജ്യോതി ശ്രീവേണി, EA സിന്ധു, ഉഷാകുമാരി KV, ബിന്ദു PB, KK സോഫി, നൂർജഹാൻ PS, സുജാത TG, ശ്രീമോൾ KA, ഷേർലി EB, ഷീജ VK, സുസ്മിത KP എന്നിവർ സംസാരിച്ചു. അവിടെ നിന്നാണ് പുതിയ അധ്യാപക തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് 2022 മാർച്ച് മാസം 31 വരെ അധ്യാപകന്റെ ജോലി സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ടുള്ള തീർത്തും അധ്യാപകർക്കും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്ന ഏവർക്കും അനുകൂല നടപടികളുമായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇക്കാര്യം നമ്മൾ പുതുതായി സർവീസിൽ പ്രവേശിച്ച CBSE, ICSE പുതുതായി സർവീസിൽ പ്രവേശിച്ച അധ്യാപകരോട് ഈ രാഷ്ട്രീയം പറയണ്ടേ? എത്ര CBSE, ICSE വിദ്യാലയങ്ങളാണ് 2011-16 കാലഘട്ടത്തിൽ UDF സർക്കാർ കേരളത്തിൽ അനുവദിച്ചത്? 1000-ഓളം വരുന്ന CBSE, ICSE സ്കൂളുകൾ ഒരു മടിയുമില്ലാതെ കേരളത്തിൽ അനുവദിച്ചു. 4,99,000 കുട്ടികൾ
പൊതുവിദ്യാലയങ്ങളിൽ എണ്ണം കുറഞ്ഞു. അവിടെയാണ് 11.5 ലക്ഷം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെയും സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെയും 11.5 ലക്ഷം കുട്ടികൾ അധികമായി എത്തിയത്. വലപ്പാട് കോതകുളം പുതുവീട്ടിൽ ശ്രീ മുത്തപ്പൻ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ആണ്ടിക്കോൾ മഹോത്സവത്തോടനുബന്ധിച്ച് കളമ്പാട്ട് നടന്നു. 1-ാം ദിവസം രാവിലെ വിശേഷാൽ പൂജകൾ, മുത്തപ്പന് രൂപക്കളം, ഉച്ചയ്ക്ക് ദേവിക്ക് രൂപക്കളം, 2-ാം ദിവസം വൈകിട്ട് നാഗങ്ങൾക്ക് പാലുന്നൂറും തുടർന്ന് അഷ്ടക്കളവും നടന്നു. ക്ഷേത്രാചാര്യൻ NS പ്രജീഷ് ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ, സെക്രട്ടറി PA രാജൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കരയാമുട്ടം കൊരണാഞ്ചിറ റോഡ് റെസിഡന്റ് അസോസിയേഷൻ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം ഷൈല ഷറഫിന്റെ വസതിയിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ പെരിഞ്ഞനം ആസ്ട്ര ഡയബറ്റിക് സെന്ററിലെ ചീഫ് ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രാജേഷ് വിൽസൺ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും അതിന്റെ ചികിത്സകളെക്കുറിച്ചും ക്ലാസ് എടുത്തു. തൈറോയ്ഡ്, തെസിയോമെട്രി, ബോൺ മിനറൽ ഡെൻസിറ്റി ഉൾപ്പെടെ 12ഓളം ലബോറട്ടറി ടെസ്റ്റുകൾ അസോസിയേഷൻ അംഗങ്ങൾക്ക് ചെയ്തു നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് സജീവ് തണ്ടയാമ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി ദിനേശ് ചിരട്ടപ്പുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. അന്തിക്കട പ്രസ് ക്ലബിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സെക്രട്ടറി അബ്ബാസ് വീരാവണ്ണി ഉദ്ഘാടനം ചെയ്തു. മണികണ്ഠൻ കുറുപ്പത്ത് അധ്യക്ഷനായി. KO ജോസ്, സുബ്രൻ അന്തിക്കാട്, വിജോ ജോർജ്, ഹുസൈൻ മുറ്റിച്ചൂർ എന്നിവർ സംസാരിച്ചു. തളികുളം തമ്പാൻകടവ് മയൂർ ശ്രീ ഭദ്രകാളി ദുർഗാ ഭഗവതി കരിങ്കുട്ടി സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണവും ശതകലശവും പ്രതിഷ്ഠാദിന ഉത്സവാഘോഷവും തുടങ്ങി. മാർച്ച് 17 മുതൽ 25 വരെയാണ് ഉത്സവം. 1-ാം ദിവസം രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലവറ നിറയ്ക്കൽ ദീപാരാധന, തുടർന്ന് ഭഗവതി സേവ. 2-ാം ദിവസം രാവിലെ വിശേഷാൽ പൂജകൾ, പിതൃനമസ്കാരം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി താണിയത്ത് സുധൻ ശാന്തി, മേൽശാന്തി വിനീത് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് വേലായുധൻ MK, സെക്രട്ടറി കൃഷ്ണൻകുട്ടി, ട്രഷറർ പ്രസന്നൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നാട്ടിക ശ്രീനാരായണ കോളേജ് മലയാളം വിഭാഗം മുൻ മേധാവിയും പ്രഭാഷകനും എഴുത്തുകാരനുമായ പ്രൊഫസർ VS റെജി രചിച്ച നിത്യശുദ്ധമുക്ത മഹാത്മനായ ഗുരുദേവൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി. ബുധനാഴ്ച രാവിലെ 11:30 ശ്രീനാരായണ കോളേജ് ഹാളിൽ നടന്ന ചടങ്ങിൽ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീതു C. സുബ്രഹ്മണ്യൻ ആമുഖ പ്രസംഗം നടത്തി. മുൻ PSC മെമ്പറും മുൻ MLAയുമായ പ്രൊഫസർ KU അരുണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. നാടകകൃത്ത് പ്രൊഫസർ TR ഹാരി പുസ്തകം ഏറ്റുവാങ്ങി. കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി പ്രിൻസിപ്പൽ ഡോക്ടർ ജയ PS അധ്യക്ഷത വഹിച്ചു. മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ PA വിഷ്ണു പുസ്തകം പരിചയപ്പെടുത്തി. ഗ്രന്ഥരചയിതാവ് പ്രൊഫസർ VS റെജി മറുപടി പ്രസംഗം നടത്തി. പുസ്തകപുര പ്രസാധക ഡോക്ടർ PK കുശലകുമാരി, RDC കൺവീനർ PK പ്രസന്നൻ, NES കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി, മലയാള വിഭാഗ മേധാവി KS ലത, കവി K. ദിനേശ് രാജ, കവിയും കഥാകൃത്തുമായ കൃഷ്ണനുണ്ണി ജോജി, കോളേജ് ലൈബ്രറിയൻ PB മിഥു എന്നിവർ സംസാരിച്ചു. വിസ്മയകരമായ ഒരു മണ്ഡലത്തിൽ വിരാജിച്ചിരുന്ന ദാർശനിക മണ്ഡലത്തിലെ ഒരു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചാഞ്ചല്യമായ നക്ഷത്രമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് എന്താ കുഴപ്പം? നമുക്ക് കുഴപ്പം വ്യാഖ്യാനിക്കും, എളുപ്പമല്ല.
അത് പിന്നെ ലളിതമായ ഒരു വ്യാഖ്യാനം അറിയോ, എല്ലാ ദിവസവും കാര്യം പറഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് കണ്ണാടിന് മുമ്പിൽ നിൽക്കുക. ഞാൻ ചോദിക്കും, ആരെന്താ നീ എന്നോട് ചോദിക്കുന്നതാണ്. മാർഷള, എനിക്ക് കൊടുക്കാവുന്ന ഒരു ഭേദപ്പെട്ട എൻ്റെ വിശേഷണം മാർഷളാണ്. നീ ആരാ? ഇത് നമ്മളെ കൊണ്ട് ചോദിക്കണം, അല്ലെങ്കിൽ കൊണ്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകളും നമ്മൾ മനസ്സിലാക്കണം. ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അല്ലേ, മറ്റേ വിടവൻ ഇങ്ങനെ സതു വേഗൂര്. അത് നല്ല പുസ്തകമാണ്. ഒരുപാട് ആൾക്കാർക്ക് എത്രയോ 10-15 പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. വലപ്പാട് കുന്നുങ്ങൽ തറവാട്ടിൽ മുത്തപ്പൻ വെള്ളാട്ടം നടന്നു. വടക്കൻ മലബാറിൽ മാത്രം നടന്നുവരുന്ന മുത്തപ്പൻ വെള്ളാട്ടം കുന്നുങ്ങൽ ഗ്രൂപ്പ് MD അമർ സിംഗ് കുന്നുങ്ങലിന്റെ വസതിയിലാണ് നടന്നത്. പ്രസിദ്ധ തെയ്യം കലാകാരനും പത്മശ്രീ ജേതാവുമായ പത്മശ്രീ തളിപ്പറമ്പ് നാരായണ പെരുവണ്ണനും സംഘവുമാണ് വെള്ളാട്ടം നടത്തിയത്. ചടങ്ങ് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ നടന്നു. നിരവധി പേർ പങ്കെടുത്തു. കാരമുക പള്ളിക്ക് സമീപം പേരാത്ത വേലായുധൻ മകൻ മനോജ് അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാര കർമ്മം ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് കാഞ്ഞാണി ആനക്കാട് പൊതു ശ്മശാനത്തിൽ നടത്തി. ഭാര്യ മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്ന മനോജ്, മകൻ ഹൃദുൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടികയിൽ LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പെരിങ്ങോട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത NCC കേഡറ്റുകളെ തൃപ്യാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആദരിച്ചു. വൈവിധ്യമാർന്ന വേനൽക്കാല വിളകളൊരുക്കി എടത്തിരുത്തി വിത്തുൽപാദന കേന്ദ്രം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.